വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ നല്ല അടിപൊളി ഒരു മത്തേലത്തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മത്തേല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങളുള്ള ഒന്നാണ്. ഇത് നമ്മുടെ ബ്ലഡൊക്കെ കൂടാനും അയൺ കണ്ടൻറ്റ് ധാരാളമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് മത്തേല എന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ ഈ ചീരയിലയോ അല്ലെങ്കിൽ മുരിങ്ങയിലയൊക്കെയാണ് സാധാരണ കറി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മത്തേല നിങ്ങൾ ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കണേ. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഈ മത്തേലത്തോരൻ ഉള്ളത്. ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒക്കെ ഒരുപോലെ ഗുണമാകുന്ന ഒന്നാണ് മത്തേല. മത്തേല മാത്രമല്ല, അതിൻ്റെ കുരുവും ഒക്കെ നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മത്തേലത്തോരൻ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് മത്തയില നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്, നമ്മളത് പറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കിളുന്നിലകളില്ലേ, അതായത് അധികം കിളുന്നിലകൾക്ക് കൂടിയുള്ള ഇലകളാണ് നമ്മളിവിടെ കൂടുതലും എടുത്തിരിക്കുന്നത്. അതാണ് ഈ തോരൻ വെക്കാൻ കുറച്ചും കൂടെ നല്ലതെന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇലകളെടുത്ത് നന്നായിട്ട് ഫ്രഷായിട്ട് നല്ലതായിട്ട് കഴുകി നമുക്കത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡുകൾ ഈ മഴക്കാലമൊക്കെ ആവുകയും ചെയ്ത് നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പോഷക ഗുണങ്ങളുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഹെൽത്തി റെസിപ്പീസാണ് ഇനിയും കുറച്ച് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടണമെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ റെസിപ്പീസ് നമുക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മത്തേലത്തോരൻ നമ്മൾ മത്തേല നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു പകുതി തേങ്ങ ചിരവിയെടുത്തത്, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 കഷ്ണം ചുവന്നുള്ളി, ചെറിയ ഉള്ളി, പിന്നെ നമ്മളൊരു 10-15 കാന്താരിമുളകാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നമ്മൾ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് ഒത്തിരി അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചായച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോകുമോ അങ്ങനെ മിക്സിയിലിട്ടാണെങ്കിലും ഒത്തിരി അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചായച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് ഈ മത്തേല നന്നായിട്ട് ഈ ഉപ്പും തേങ്ങ ചിരകിയതും മഞ്ഞപ്പൊടിയും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കണേ. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് തേങ്ങയും മുളകും എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിടുക എന്ന് പറയും കേട്ടോ. ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കണ്ട, ചതച്ചിട്ടാൽ മതിയേ. ഇനി നമ്മളൊരു പാൻ വെച്ചു. പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ഒരു പിടി ഉഴുന്നുപരിപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ മത്തേലത്തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇടയ്ക്ക് ഈ ഉഴുന്നുപരിപ്പ് കടിക്കുമ്പോഴേ. അപ്പോൾ നമ്മൾ ആ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ കേട്ടോ. ഇനി നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന മത്തേലയും തേങ്ങ ചിരകിയതും, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിടി നമ്മൾ കാന്താരിമുളക്, എരിവിന് ആവശ്യത്തിനുള്ള കാന്താരിമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത്. അതായത് ഒരുപാട് ഇങ്ങനെ അരച്ചെടുത്തിട്ടില്ല, ചതച്ചെടുത്ത് നന്നായിട്ട് കൈ വെച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഉഴുന്ന് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ മത്തേലത്തോരൻ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവരും നമ്മുടെ എല്ലാം വീടുകളുടെ പറമ്പിൽ തന്നെ ഉള്ള ഒരു ഇതായിരിക്കും മത്തേല എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കുരുന്നിലകളാണ് നമ്മളിവിടെ പ്രത്യേകം യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കേണ്ട. ഇലയ്ക്കൊക്കെ വളരെ കുറച്ച് മാത്രം വേവേ ഉള്ളൂ. നമ്മളൊന്ന് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണേ. ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതിനകത്ത് ഒട്ടും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് നോക്കാം. ഇത് നമ്മുടെ മത്തേലത്തോരൻ ഇവിടെ ഏകദേശം നല്ല സ്പെഷ്യൽ ടേസ്റ്റി മത്തേലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതേണ്ട ഇതുപോലുള്ള മുരിങ്ങയിലത്തോരനും അതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഇനി തുടർന്നുള്ള വീഡിയോസിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.